ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി കരിനെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. ചട്ടയിലോട്ട് നെല്ലിക്ക എല്ലാം കൂടെ അങ്ങോട്ട് തട്ടിക്കോ. പിന്നെ അതിലേക്ക് ഇഞ്ചി, കാന്താരി, പിന്നെ പച്ചക്കുരുമുളക്, കറിവേപ്പില ആവശ്യത്തിന് ഇട്ടോ. കറിവേപ്പിലയൊക്കെ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി. ഇതെല്ലാം നമ്മുടെ നെല്ലിക്കയുടെ അളവനുസരിച്ച് എല്ലാം നമ്മുടെ ഒരു അറിവ് വെച്ചങ്ങ് ചെയ്തു. അതിലേക്ക് നമുക്ക് ലെയറായിട്ട് കാന്താരി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, കുരുമുളക് ഇതെല്ലാം കൂടെ എടുത്ത് തട്ടിക്കും. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഈ രീതിയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പണ്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഇതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒന്നും അറിയാത്തൊരു സംഭവമാണ്. ഈ കരിനെല്ലിക്ക പോലും കണ്ടിട്ട് പോലും കാണത്തില്ലായിരിക്കും. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അച്ചാറാകുമ്പോൾ ഉപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കരിനെല്ലിക്കയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ എല്ലാ ഭാഗത്തും നമ്മുടെ കാന്താരി കുരുമുളകും ഒക്കെ എത്തിച്ചേരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ മുങ്ങിക്കിടക്കാനുള്ള വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഓൾറെഡി നെല്ലിക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. വെളുത്തുള്ളി ഇടുന്നത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. കുറച്ച് നമുക്ക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് സെറ്റാക്കി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഴയിലെടുത്ത് വാട്ടി വായു കടക്കാത്ത രീതിയിൽ, എയറൊന്നും കയറാത്ത രീതിയിൽ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ തീ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കരിനെല്ലിക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് ഒരു 2 ആഴ്ച നമുക്ക് അടുപ്പിച്ച് നമുക്കൊന്ന് വെക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ കരിനെല്ലിക്ക സെറ്റായി കിട്ടത്തുള്ളൂ. നല്ല കറുത്ത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് അടുപ്പേ വെച്ച് ഡെയിലി ഒരു 5 മിനിറ്റ് ചൂടാക്കിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കൊരു കുപ്പിയിലോ എവിടെയെങ്കിലും ഇട്ട് വയ്ക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി കരിനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.